പരിശുദ്ധാത്മ വ്യക്തമായി എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. 2025 മുതൽ 2033 വരെ അടുത്ത 8 വർഷം 2033 മഹാ ജൂബിലിയുടെ വർഷമാണ്. ഈ 8 വർഷം തന്റെ സഭയ്ക്ക് അസാധാരണമായ വിധത്തിലുള്ള സാധ്യതകളാണ് പരിശുദ്ധാത്മാവ് നൽകാൻ പോകുന്നത്. സഭാ ചരിത്രത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത വിധത്തിലുള്ള, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള അതിശക്തമായ ആത്മപ്രവർത്തനം സഭയും ലോകവും ദർശിക്കാൻ പോവുക. കർത്താവേ, വിശ്വസിക്കുന്നു. ജോയേൽ പ്രവചനം 2:24 പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ആ വചനപ്രകാരമാണ്: മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. സഹോദരങ്ങളെ, ഒരു ഫൈനൽ ഹാർവസ്റ്റിലേക്ക് യുഗാന്ത സഭയ്ക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഈ ഉണർവിലൂടെ സഭയും ലോകവും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണമാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അനേകം ജീവിതങ്ങളെ കാലത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഒരു സമൃദ്ധമായ വിളവെടുപ്പ്. ആ വിളവെടുപ്പിന് ആവശ്യമായ എണ്ണയും വീഞ്ഞും ഞാൻ നിങ്ങൾക്ക് നൽകും. അതാണ് റിവൈവൽ, അതാണ് പരിശുദ്ധാത്മാഭിഷേകം. തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ തരുന്ന പുതിയ പെന്തക്കുസ്ത, മേൽത്തരം വീഞ്ഞ്, പുതു വീഞ്ഞ്, മേൽത്തരം ഗോതമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് സങ്കീർത്തന വചനത്തിൽ നമ്മൾ കണ്ടു. അത് യുഗാന്ത സഭയ്ക്കുള്ള ആത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. മേൽത്തരം വീഞ്ഞ്, അത് തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ തരുന്ന നവമായ പെന്തക്കുസ്തയാണ്, പുതിയ പെന്തക്കുസ്തയാണ്. സഹോദരങ്ങളെ, രണ്ടാം വത്തിക്കാൻ സൂനകദോസിൽ, ആ സൂനകദോസിലെ 4 മോഡറേറ്റർമാരിൽ ഒരു പ്രധാന മോഡറേറ്റർ ആയിരുന്നു ബ്രസൽസിലെ കർഡിനാൾ ജോസഫ് സ്യൂനൻസ്. അദ്ദേഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിതമായിരിക്കുന്ന മേരി ഓഫ് ലീജിയൻ എന്നുള്ള ആ മരിയൻ പ്രസ്ഥാനം ആരംഭിച്ചത്. കർഡിനാൾ ഇപ്രകാരം പറയാണ്, കർഡിനാൾ സ്യൂനൻസ് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ലീജിയൻ ഓഫ് മേരിയുടെ സ്ഥാപകനാണ്. പെന്തക്കുസ്തയുടെ കൃപകൾ ഇന്നും പ്രവർത്തിക്കുന്നു. എല്ലാവരും ഉച്ചത്തിൽ നേറ്റു പറഞ്ഞേ, പെന്തക്കുസ്തയുടെ കൃപകൾ ഇന്നും പ്രവർത്തിക്കുന്നു, ഇനിയും കൂടുതൽ പ്രവർത്തിക്കും. എത്ര ശക്തമാണ് കർഡിനാളിന്റെ വാക്കുകൾ! സഭയിൽ വളരെ സ്ഥാനീയനായിരുന്ന കർഡിനാലായിരുന്നു സ്യൂനൻസ്. അദ്ദേഹം പറയാ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സഭയിൽ. എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത് കൂടുതൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. അതാണ് പുതിയ പെന്തക്കുസ്ത, സഭയ്ക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മേൽത്തരം വീഞ്ഞ്. സഹോദരങ്ങളെ, ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. 2025 ഈ ഒരു വർഷത്തോടു കൂടെ ഈ ആത്മപ്രവൃത്തി സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഉണർവിന്റെ അടുത്തൊരു ഫേസ് തന്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഈശോ വിശ്വസിക്കുന്നു. ആ ഉണർവിന്റെ ചലനങ്ങളാണ്, ആ ഉണർവിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോക രാജ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദേശാന്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭൂഖണ്ഡങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിചാരിതങ്ങളല്ല, ഇത് യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ കൃത്യമായ പദ്ധതിയാണ്. യുഗാന്ത സഭയ്ക്ക് ആത്മാവ് തരുന്ന പെന്തക്കുസ്തയുടെ ചലനങ്ങളാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സഭ നമുക്കറിയാം, ലോക സുവിശേഷവൽക്കരണത്തിൽ അതീവ പ്രാധാന്യമുള്ള സഭയാണ് കേരള സഭ. കേരള സഭയിലൂടെ ഉണർവിന്റെ തീ നമുക്കറിയാം ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മ പടർത്തി. പോട്ട ഡിവിയൻ മിനിസ്ട്രികൾ, അട്ടപ്പാടിയിലെ ബഹുമാനപ്പെട്ട വട്ടാലിയച്ചന്റെ ശുശ്രൂഷ, അണക്കരയിലെ ശുശ്രൂഷ, ഇന്ന് ഡാനിയേൽച്ചന്റെ ശുശ്രൂഷ,
ഇതുപോലെ മറ്റു പല വളരെ കൃപാദാനങ്ങളുള്ള പരിശുദ്ധാത്മാവിന് വലിയ അനോയിന്റിംഗ് ഉള്ള പല വൈദികരിലൂടെ ഇന്നും തൻ്റെ സഭയിലൂടെ ലോകം മുഴുവനിലേക്കും ഈ അഭിഷേകം പരിശുദ്ധാത്മ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. എണ്ണയും വീഞ്ഞും ഞാൻ നിങ്ങൾക്ക് നൽകും. സമൃദ്ധമായ വിളവെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു പുതിയ റിവൈവൽ തൻ്റെ സഭയ്ക്ക് തരികയാണ്.